എത്ര മനസ്സാന്നിധ്യമുള്ള ആളുകളായാൽ പോലും ചില അവസരത്തിൽ അതെല്ലാം തകർന്നു പോകും. അവരുടെ മാനസിക നില തന്നെ അങ്ങ് തെറ്റിപ്പോവും. നിമിഷങ്ങളിലേക്കെങ്കിലും അത് മാറിപ്പോവും. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കിട്ടും. ഇന്ന് അങ്ങനെ തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഒരു സംഭവം എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കേട്ടോ. മുരളീധരൻ ഒരു സ്നേഹനിധിയായ ഭർത്താവായിരുന്നു, ഉഷയുടെ ഭർത്താവ്. ഉഷയ്ക്ക് 56 വയസ്സ്, മുരളീധരന് 62 വയസ്സ്. അപ്പോൾ അവർക്ക് 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതിലെ മൂത്ത മകൻ ഈ അടുത്ത സമയത്ത് മരിച്ചുപോയി. പിന്നെ രണ്ടാമത്തെ മകനുണ്ട്. രണ്ടാമത്തെ മകന് മാനസിക അസ്വാസ്ഥ്യം നേരിടുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ വിവാഹിതനാണ്. അയാൾ ഇവരുടെ കൂടെ അല്ല താമസിക്കുന്നത്, ദൂരെ മാറി അയാളുടെ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യയോടൊപ്പമാണ്, ചികിത്സയും ഒക്കെ ആയിട്ട് അയാൾ കഴിഞ്ഞു പോകുന്നു എന്നുള്ളേ ഉള്ളൂ. ഇവരുമായിട്ടൊന്നും വലിയ സഹകരണത്തിനൊന്നും ഉള്ള ഒരവസരം അയാൾക്കുമില്ല. ഈ മുരളീധരനും ഭാര്യയും ഉഷയുമായി ഒന്നിച്ചാണ് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നവർ. അവർ രണ്ടുപേരും മാത്രമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വിധിയുടെ വൈപരീത്യം എന്ന് പറയട്ടെ, ഒരു 2.5 മാസം മുമ്പ് ഈ ഉഷയ്ക്ക് പെട്ടെന്ന് ശരീരമാസകലം തളർന്ന് കിടപ്പായി. കട്ടിലിൽ തന്നെ കിടക്കാതെ, നോക്കാൻ വേറെ ആരുമില്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. ഇയാൾക്കിതൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. അയാൾ ഒക്കുന്നത് പോലൊക്കെ ശ്രമിച്ചു. അവരെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ നടത്തി കൊടുത്തു, അവർ വൈദ്യസഹായമൊക്കെ കൊടുത്തു. പക്ഷേ അത് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടൊന്നും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. ആ പാവം സ്ത്രീ കിടപ്പ് രോഗിയാണ്. ആ രീതിയിൽ കിടക്കാനേ ഒക്കുള്ളൂ. കാരണം തളർന്നു പോയി കഴിഞ്ഞാൽ ഏതാണ്ട് പാരാപ്ലൈജിയ എന്ന് നമ്മൾ പറയും. അത് മുഴുവനാണ്, ശരീരം മുഴുവനായിട്ട് തളർന്ന് കിടക്കുകയാണ്. അങ്ങനെ പോയി. അതിനോടൊപ്പം അവർക്ക് മാനസിക രോഗമുണ്ട്, മാനസിക അസ്വസ്ഥതയുമുണ്ട്. അപ്പോൾ ഇയാളങ്ങ് കുഴഞ്ഞ്, ഇയാൾക്കൊന്നും ചെയ്യാൻ വയ്യ. അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഏതാണ്ട് നേരെ പുലർന്നപ്പോൾ ഇയാൾക്ക് ഒരു ഫാമിലി ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് ഫാമിലിയിൽ, ഈ മുരളീധരൻ്റെ. ഇവരെ കുടുംബാംഗങ്ങളെല്ലാം അതിനകത്ത് ഒരുപാട് പേര് അംഗങ്ങളൊക്കെ ഉണ്ട്. അയാൾ ഒരു മെസ്സേജ് അയച്ചു കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്സാപ്പ് മെസ്സേജ്, അത് വോയിസ് മെസ്സേജാണ്. മുരളീധരൻ പറയുന്നു, ഉഷ മരിച്ചു, ഉഷയെ ഞാൻ കൊന്നു, അതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, അയാൾ ഈ കുറ്റം ഏറ്റുപറയാണ്. ഇതൊരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനാണ്. കാരണം അയാൾ ഒരുപാട് പേരെടുത്ത് ഓരോ അയാളുടെ ഗ്രൂപ്പിലിട്ടു. ആ ഗ്രൂപ്പ് അംഗങ്ങളോടെല്ലാം അയാൾ കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജാണ്, എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് മാറും. അപ്പോൾ അയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്താണെന്നറിയാമോ, ഇയാൾ ഇവരുടെ കഴുത്തും മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. അപ്പോൾ അയാൾക്ക് വേറെ ഒരു കുറ്റബോധമൊന്നുമില്ല. കാരണം എന്തെന്നറിയോ, ഇവരും മരിച്ചതുപോലെ കിടക്കുന്ന ഒരു രോഗിയാണ്, കിടപ്പ് രോഗിയാണ്. അവർക്ക് പോരെങ്കിൽ അതിൻ്റെ കൂടെ കുന്മേ കുരുവെന്നുള്ള പോലെ മാനസിക അസ്വാസ്ഥ്യമുണ്ട് അവർക്ക്. എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ ബോധമൊന്നുമില്ല. ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ മനുഷ്യൻ ആകെപ്പാടെ വിഷമിച്ചു, ഒരു മാർഗമില്ല അയാൾക്ക്. അങ്ങനെ വന്നപ്പോൾ അയാൾ നോക്കിയ വഴി അയാൾക്ക് സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ അയാൾ ഒരൊറ്റ വഴിയേ കണ്ടുള്ളൂ, ഇവരെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് അയാൾ കണ്ട വഴി. ഇതൊരിക്കലും ഒരു പരിഹാരമാണോ നമ്മൾ ആലോചിക്കണം? ഒരിക്കലും അല്ല. പക്ഷേ ഈ ഭാര്യയെ കൊണ്ട് ഇങ്ങനെ കഴിയുന്ന, അവരെ ശുശ്രൂഷിച്ച് കാലങ്ങൾ കഴിയുന്ന ഭർത്താക്കന്മാർ, അതുപോലെ ഇതുപോലുള്ള ഭർത്താവിനെ ശുശ്രൂഷിച്ച് കാലങ്ങൾ കഴിയുന്ന ഭാര്യമാർ നമ്മൾ കാണാൻ കിട്ടും. നമുക്ക് ഒരുപാട് ഒരു പ്രശസ്തനായ ഒരു മനുഷ്യൻ കേട്ടോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതുപോലെ ഭാര്യയ്ക്ക് അൾഷിമേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇയാളെ തിരിച്ചറിയത്തില്ല, ഈ ഭർത്താവിനെ തിരിച്ചറിയത്തില്ല, ഒരിക്കലും അവർ തിരിച്ചറിയത്തേ ഇല്ല ഇയാളെ.
ഇയാൾ പക്ഷേ അവരെ പൊന്നുപോലെ സൂക്ഷിക്കുകയാണ്, ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അവസാനം ഒരാൾ ഇയാളടുത്ത് ചോദിച്ചു, അയാളുടെ ഒരു സുഹൃത്ത് ചോദിച്ചു, നിങ്ങളെ ഇവർ ഒരിക്കലും ഈ സ്ത്രീയെ ഇവർ തിരിച്ചറിയത്തില്ലല്ലോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനായി ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടവരെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? ഉടനെ അയാൾ പറഞ്ഞ മറുപടിയാണ് നമ്മൾ നോക്കേണ്ടത്. അവൾക്ക് എന്നെ അറിയില്ലായിരിക്കും, പക്ഷെ എനിക്ക് അവളെ അറിയാമല്ലോ. അതാണ് മനുഷ്യത്വം, അതാണ് ചെയ്യേണ്ടത്. ഇവിടെ മുരളീധരൻ നായർക്ക് തെറ്റിപ്പോയത് അവിടാണ്. കാരണം ആ സ്ത്രീക്ക് മുരളീധരൻ നായരെ അറിയില്ല, അവർക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കത്തില്ല, അനങ്ങാൻ പറ്റുന്നില്ല. അവർ കിടന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അതെല്ലാം നിർവഹിക്കേണ്ടത് മുരളീധരൻ ആണ്. പക്ഷേ ഈ മുരളീധരൻ അവർക്ക് പോരെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് മാനസിക അസ്വാസ്ഥ്യവും ഇതുള്ളപ്പോൾ മുരളീധരനെ അവർക്ക് അറിയില്ലായിരിക്കും, പക്ഷേ മുരളീധരൻ അറിയാമല്ലോ അവരാരാണെന്ന്. അതുകൊണ്ട് കൊന്നിട്ട് എല്ലാ ശിക്ഷയും ഞാൻ അനുഭവിക്കാം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഈ ലോകത്ത് വിട്ടുവീഴ്ചകളല്ലേ വേണ്ടത്? ഭാര്യയ്ക്ക് വയ്യാതായെങ്കിൽ ഭർത്താവ് വേറെ ആരും നോക്കാം, അല്ലെ ഭർത്താവ് നോക്കണം. ഭർത്താവിന് വയ്യാതായാൽ മറ്റാരും ഇല്ലെങ്കിൽ ഭാര്യ തന്നെ നോക്കണം. അത് നാട്ടു നടപ്പാണ്, നമ്മളത് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് ലോകത്തിൻ്റെ പോക്ക്. ഞാൻ പറഞ്ഞത് ആ ഉദാഹരണം ഉണ്ടല്ലോ, അത് ഇന്ത്യക്കാരനല്ല, അതൊരു വിദേശിയാണ്, ഒരു യൂറോപ്യനാണ്. അയാൾ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് പറയുന്ന ആ രീതിയിലായിരിക്കണം. അവൾക്ക് എന്നെ അറിയില്ലായിരിക്കും, പക്ഷേ എനിക്ക് അവളെ അറിയാമല്ലോ. അതാണ് വേണ്ടത്, കാഴ്ചപ്പാട് അതായിരിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണം. ഇതൊരു വല്ലാത്ത ഒരു കഥയെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല, വല്ലാത്തൊരു സംഭവമായിപ്പോയി, മനസ്സിന് ഒരുപാട് നൊമ്പരങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം അയാളെ യഥാർത്ഥത്തിൽ അയാൾ കൊലപാതക കേസിൽ അയാൾ ശിക്ഷിക്കപ്പെടും, കൊലക്കേസിൽ. കാരണം ജീവപര്യന്തം തടവ് ശിക്ഷ അയാൾക്ക് ഉറപ്പാണ്. ഇത് തെളിയാതിരിക്കത്തൊന്നുമില്ല. കാരണം വേറെ ആരും ആ വീട്ടിലില്ല. അവരെ ഈ കഴുത്തേക്ക് ത്രോട്ട്ലിങ് നടത്തുമ്പോൾ കഴുത്തിൽ ഇതിൻ്റെ പാട്, കൈയുടെ വിരലിൻ്റെ പാട് കിട്ടും, കൺഫ്യൂഷൻ വരും. അപ്പം മാത്രമല്ല ഫ്ലാപ്പ് ഡിസെക്ഷനൊക്കെ നടത്തുമ്പോൾ അത് തെളിയുകയും ചെയ്യും. മാത്രമല്ല വീട്ടിൽ വേറെ ആരുമില്ല, ഇയാളും ഇതും ഇവരും മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം ഇയാളുടെ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ, അതായത് ഉഷ മരിച്ചു, ഉഷയെ ഞാൻ കൊന്നു, എന്ത് ശിക്ഷയും അതിനനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ശരിയായിരിക്കാം, അയാൾക്ക് വഴികളെല്ലാം അടഞ്ഞു, വേറെ മാർഗമില്ല. അയാൾ ഒരു പാലത്തിൻ്റെ അറ്റത്ത്, കടലിലെ ഒരു പാലത്തിൻ്റെ അറ്റത്ത് പോയി നിൽക്കുകയാണ്. വേറെ മാർഗമില്ല, തിരിച്ചു വരാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അവസാനം അയാൾ അതിലെടുത്തിയാടുന്നതിന് പകരം ഇവരെ അങ്ങ് കൊന്നു, അത്രയേ ഉള്ളൂ. ഏതായാലും ശരി, ഇത് നമുക്ക് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതിന് ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? ആത്മഹത്യ ചെയ്തിട്ട് ഭൂമിക്കൊരു ഭാരമായിട്ട് നമ്മൾ ഇരിക്കണ്ട എന്നങ്ങ് കരുതുക. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അതേപോലെ ഇതുപോലെ തന്നെ എന്നാൽ ഇവരെ അങ്ങ് കൊലപ്പെടുത്തി എന്ത് ചെയ്യാനാണ്? അയാൾക്ക് മനസ്സിന് എന്തെങ്കിലും ഇനി അയാളുടെ ജീവിതത്തിലൊരു സുഖം കിട്ടുമോ? ആ മനുഷ്യൻ ജീവച്ഛവമായിട്ട് അയാൾ ജീവിച്ചിരിക്കണ്ടേ? അയാളെ എല്ലാവരും ഒരു കൊലയാളി എന്നല്ലേ കാണുള്ളൂ. ആ കാഴ്ചപ്പാടിൽ അയാൾ കഴിയണ്ടേ? അത് തന്നെയല്ലേ അയാൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ? അത് ആലോചിക്കണമായിരുന്നു. അവിടെ മുരളീധരൻ അതിൽ പരാജയപ്പെട്ടു.